Hello everyone, this is your class of critical reasoning and communication skill. ഇതാണ് നിങ്ങളുടെ പേപ്പറിൻ്റെ പേര്, ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഇയർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. തിങ്കിങ് എന്താണ്? ചിന്തിക്കുക അല്ലേ? ചിന്തിക്കുക എന്നുള്ളതാണ് അർത്ഥം. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ ഒരു കാര്യത്തെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുറേ ചിത്രങ്ങൾ കാണിക്കാം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് പറയാം അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ കുറേ കൺസെപ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടാവാം. ഓക്കെ, സോ ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് an ability to think clearly and rationally. ഇതൊരു എബിലിറ്റിയാണ്, ഇതൊരു കഴിവാണ്. എന്തിനുള്ള? ടു തിങ്ക് ക്ലിയർലി ആൻഡ് റാഷണലി. ഓക്കെ, നമ്മൾ ക്ലിയറായി ശരിയായ രീതിയിൽ ചിന്തിക്കാനും ഒപ്പം തന്നെ റാഷണലായിട്ട് ധാർമ്മികപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രശ്നം നമ്മളോട് പറയുകയാണെന്ന് വിചാരിക്കുക, നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് പറയാണ്, ആ കുട്ടി വളരെ മോശമാണ്, അവൻ്റെ ബിഹേവിയർ ശരിയില്ല, അവൻ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണ്, കാണാൻ കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ വന്ന് പറയാണ്. അപ്പോൾ നമ്മളിത് കേട്ടിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുക, അവർ പറഞ്ഞത് ശരിയാണോ? എന്തുകൊണ്ടാണ് അവനങ്ങനെ മോശമായി വസ്ത്രം ധരിച്ചത്? ഇല്ലെങ്കിൽ എന്താണ് അവൻ്റെ പ്രശ്നം? എന്താണ് ഇവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യം? ഇങ്ങനെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണം. എന്തൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലും അതേപോലെ മൂന്നാമത്തെ ഒരാളുടെ കണ്ണിലും കൂടി നമ്മൾ ആ പ്രശ്നത്തെ കാണണം. ഓക്കെ, എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ? അതായത് എന്തൊരു കാര്യം നമ്മൾ കേൾക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും അതിനെ നമ്മളല്ലാതെ നമ്മളുടെ ഇമോഷൻസോ നമ്മുടെ ഫീലിങ്സോ ഒന്നും നോക്കാതെ നമ്മൾ അതിനെ വിലയിരുത്തണം. അതാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതത്ര ഈസി അല്ല അല്ലേ? നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ പേരൻറ്റ് നമ്മളെ ചീത്ത പറയുന്നു, നമ്മളും തിരിച്ച് ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ ചിന്തിക്കില്ല, കുറെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും, അതെൻ്റെ പേരൻ്റാണ്, എന്നെ പഠിപ്പിക്കുന്ന ആളാണ്, ഐ ഷുഡ് നോട്ട് ഡൂ ദിസ് എന്ന് നമുക്ക് പിന്നെ തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. ആ പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ചീത്ത പറഞ്ഞത്, അതിന് ഞാൻ കൊടുക്കേണ്ട ഉത്തരം എന്താണ്, ഇതൊക്കെ കംപ്ലീറ്റ്ലി ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇറ്റ് മേക്സ് വൺ എ ഗുഡ് ഫിലോസഫർ. നിങ്ങളിങ്ങനെ ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഫിലോസഫർ ആവുമെന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് മേക്സ് വൺ എ വൈസ് പേഴ്സൺ. ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യത്തെയും ക്രിട്ടിക്കലായി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താവും? വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് മാറും. ഓക്കെ, ഒരു വൈസ് മെൻ ആയിട്ട് മാറും. Critical thinking makes a person an intellectually responsible adult, a person who is able to think through things that come up with a judicious evaluation of circumstances. നിങ്ങളിപ്പോൾ കോടതികളെ കുറിച്ച് അറിയാലേ? കോടതികൾ ഒരു കേസ് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു കേസ് ഒരാൾ കുത്തിക്കൊന്നു. അപ്പോൾ ആ കേസ് കോടതിയിലെത്തി. കോടതി ഒരിക്കലും പ്രതിയുടെ ഭാഗത്തോ ഇല്ലെങ്കിൽ ആ മരിച്ച ആളുടെ ഭാഗത്തോ നിൽക്കില്ല. അത് നടുവിൽ നിന്നിട്ട് രണ്ട് ഭാഗവും കേട്ടിട്ട് ഒരു വൈസ് ഡിസിഷൻ എടുക്കും. സോ അങ്ങനെ നിങ്ങളും ആവണം എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ്സ് ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു റെസ്പോൺസിബിൾ, വളരെ ഉത്തരവാദിത്തമുള്ള നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നാണ് പറയുന്നത്. Critical thinking includes the ability to engage in reflective and independent thinking. അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു റിഫ്ലക്ഷൻ ആൻഡ് ഓൾസോ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിലേക്ക് മാറ്റും. ഇപ്പം നമ്മൾ എന്തൊരു കാര്യത്തെക്കുറിച്ചും തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെയും കൂടി അഭിപ്രായം നോക്കിയിട്ടാണ് എടുക്കുക. നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വഴി നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരു ഡ്രസ് ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങുന്നു. അപ്പോൾ നമ്മളോട് കടക്കാരൻ പറയുന്നു, അതേപോലെ നമ്മൾ കൂടുതലുള്ള ആൾക്കാർ പറയുന്നു, ഇത് നിനക്ക് നല്ല ചേർച്ചയാണ്. കടക്കാരൻ പറയുന്നു, ഇതിന് ചെറിയ റേറ്റാണ്, നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയും. പക്ഷേ അപ്പോഴും നമ്മളത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം. ഞാനിത് എടുത്തു കഴിഞ്ഞാൽ
എൻ്റെ പൈസ വെറുതെ നഷ്ടമാവുമോ, ഇതിന് എന്തൊക്കെയാണ്, ഈ ഡ്രസ്സ് കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം, ഇപ്പം ഈ ഡ്രസ്സ് വാങ്ങണോ, തുടങ്ങി ഒരുപാട് ചിന്തകൾ നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കണം. അപ്പം മാത്രമേ നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുള്ളൂ. അതുവഴി മാത്രമേ നമുക്കൊരു വൈസ് മെൻ ആവാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. The critical thinker may face many circumstances in his or her life. For instance, it might be circumstances where one has to decide which course to be pursued or which political ideology to be followed, or it might be circumstances where one has to find a convincing solution for detaining one's friends from using drugs. Whatever be the circumstances, what is the required is a kind of intellectual integrity. Critical thinking helps us in achieving this intellectual integrity. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ആദ്യം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നു. നിങ്ങളിപ്പോൾ BCom എടുത്ത കുട്ടികളുണ്ടാവും, BA ഇംഗ്ലീഷ് എടുത്ത കുട്ടികളുണ്ടാവും അല്ലേ? അപ്പം എന്തുകൊണ്ട് ഞാനിത് എടുക്കണം, ഇതെടുത്താൽ എന്താണ് എനിക്ക് നേട്ടം? ഇപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്, ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നല്ല അഭിപ്രായമാണ് അല്ലേ? ത്രൂ ഇംഗ്ലീഷ് ഷീ ക്യാൻ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുമെന്ന് ആ കുട്ടി വിശ്വസിക്കുന്നു. അത് ശരിയായിരിക്കാം, ആ കുട്ടി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നുണ്ടാവുക. അപ്പം നമ്മളത് എന്തൊരു കാര്യത്തെക്കുറിച്ചും, ഞാൻ എന്തിനും ഇത് പഠിക്കണം, ഇപ്പം ഞാൻ BCom പഠിക്കുകയാണ്, BCom പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതിന്റെ നെഗറ്റീവ്സ് എന്താണ്, മനസ്സിലായോ? ഇതിന്റെ നെഗറ്റീവ്സും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് നമ്മളൊരു ഇംഗ്ലീഷുകാരനാവാൻ പോകുന്നില്ല അല്ലേ, ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ ആവില്ല. പിന്നെ എന്താണ് എനിക്ക് ഇതുകൊണ്ടുള്ള നേട്ടം, എന്ത് ജോലിയാണ് എനിക്ക് കിട്ടുക, ഈ ജോലി എനിക്ക് മതിയോ, ഈ ജോലിക്ക് എത്ര സാലറി കിട്ടും, ഇതെനിക്കൊരു നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കി തരുമോ, തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉത്തരമായിട്ട് ഉത്തരം കണ്ടുപിടിക്കലാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ ആ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണം, എന്തുകൊണ്ട് ആ മറ്റേ പാർട്ടിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഈ ക്വസ്റ്റ്യനൊക്കെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു കോൺഗ്രസ് പാർട്ടി സപ്പോർട്ടറാണെന്ന് വിചാരിക്കാം, ഞാൻ എന്തിനു മറ്റു പാർട്ടീനെ ഓപ്പോസ് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എൻ്റെ പാർട്ടി എന്തുകൊണ്ട് ബെസ്റ്റ് ആവുന്നു, തുടങ്ങിയ എല്ലാ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആവുള്ളൂ, ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വൺ ഓഫ് ഫ്രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ആൾക്കൊരു അഭിപ്രായം ഉണ്ടാവും അല്ലേ, ഞാനിത് യൂസ് ചെയ്യുന്ന എനിക്ക് പ്ലഷർ കിട്ടുന്നുണ്ട്, എനിക്ക് മെന്റൽ റിലീഫ് ആവുന്നുണ്ട്, ഓക്കെ, മെന്റൽ റിലീഫ് ആവുന്നുണ്ട് എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. അതേസമയം നിങ്ങളിത് കേൾക്കുന്നു, ഓക്കെ, എന്നാലും അതിന് കുറെ നെഗറ്റീവ്സ് ഇല്ലേ, ഞാൻ എങ്ങനെ ഇയാളെ കൺവിൻസ് ചെയ്ത് ഈ ഡ്രഗ്സ് യൂസ് ഇല്ലാണ്ടാക്കാൻ പറ്റും? അപ്പൊ നമ്മൾ അവിടെയും ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തണം. എല്ലാ കാര്യത്തിലും നമ്മൾ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫ്രം ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന തൊട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ തൊട്ട് നിങ്ങളുടെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്ന വരെ എല്ലാത്തിലും നമ്മളൊരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തണം. അതാണ് ഇതുകൊണ്ട് പറയുന്നത്. എനി സ്റ്റുഡൻസ് ഹു ഹാസ് ദ ക്വസ്റ്റ്യൻ വൈ ഷുഡ് ഐ തിങ്ക് ക്രിട്ടിക്കലി, അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും എന്നോട്, തിരിച്ചിങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം, നോർമലായി ചിന്തിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ കോഴ്സ് പഠിക്കണം, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ ഞാൻ എന്തിനു പഠിക്കണം എന്നുള്ളൊരു ചോദ്യം വരാമെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ആൻസർ നമ്മൾ പറയുകയാണെങ്കിൽ, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി ഇന്റലിജന്റ് or a logician or argumentative lawyers. Whenever someone tries to find out answers to the question raised by others towards them, one by self, the person who is asking the question is always demanding justifications for doing something or not doing something, justifications for believing something or not believing something. ഇപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനിത് ചെയ്യുന്നു, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അപ്പം നമ്മൾക്കത് ഒരു ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്. അപ്പം ആ ഉത്തരത്തിന് വേണ്ടിയെങ്കിലും നമ്മളിത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ലൈക്ക് എവറി ഹ്യൂമൻ ആക്ഷൻ, തോട്ട് ഇസ് ഓൾസോ ഹ്യൂമൻ ആക്ഷൻ. സോ വി ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ തോട്ട് ആൻഡ് പ്രോസസ് ഓൾസോ. അപ്പോൾ ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് നമ്മൾ പറയാറുണ്ടല്ലേ, മനുഷ്യന് മാത്രമേ ഈ ചിന്തിക്കാനുള്ള പവർ ഉള്ളൂ.
തിങ്കിങ് എബിലിറ്റി ഈസ് ഓൺലി ഫോർ ഹ്യൂമൻ ബീങ്. ഇറ്റ്സ് വെരി സ്പെഷ്യൽ തിങ്, റൈറ്റ്? ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്നും ചിന്തിക്കാണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവും? ഫുൾ അപകടത്തിലാവും. അപ്പോൾ നമ്മൾ എപ്പോഴും അബദ്ധങ്ങളാവാതെ ശരിയായി ചിന്തിക്കണം എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. ഓൾ ടോട്ടൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുന്ന കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് ചോദിച്ചു, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയണം, ക്രിട്ടിക്കൽ തിങ്കിങ് മേക്സ് എ പേഴ്സൺ ഇന്റലക്ച്വലി റെസ്പോൺസിബിൾ അഡൾട്ട്. When a person becomes a critical thinker, one is able to reflect, become rational, that is, become sensible or able to give a reason. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മനുഷ്യനെ ഇന്റലക്ച്വലി റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. മാനസികപരമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ക്രിട്ടിക്കൽ തിങ്കർ ആവുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാത്തിനെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അഭിപ്രായം പറയുന്ന ആളാണെങ്കിൽ, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സെൻസിബിൾ ആയിട്ട്, വളരെ ബുദ്ധിപരമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു ക്രിട്ടിക്കൽ തിങ്കർ ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ഇതാണെന്നറിയാം. അപ്പൊ അവര് ചോദിക്കുന്നത് ചിലപ്പോൾ ഇതിന്റെ നെഗറ്റീവ്സ് എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾ അത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് അതിനൊരു ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾ ഒരു സെൻസിബിൾ ഹ്യൂമൻ ബീങ് ആവുകയാണ്. ഒപ്പം തന്നെ യു ക്യാൻ ഗിവ് എ റീസൺ. ഓക്കെ, follow certain standards of critical thinking, learn to exercise good rational judgment. ഇതിന് നമ്മൾക്ക് അപ്പൊ ഇങ്ങനെ നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പല സ്റ്റാൻഡേർഡ്സുകളും ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കാനും പഠിക്കാനും അതൊക്കെ റിലേറ്റ് ചെയ്തുള്ള സംസാരങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണമാവും. തിങ്ക് ത്രൂ തിങ്സ് for ourselves, develop a sense of rational responsibility. Think through things for ourselves. അതായത് ഇപ്പൊ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം, വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പൊ നമുക്ക് ഇഷ്ടമായത് കൊണ്ട് അതിന്റെ നെഗറ്റീവ്സ് അല്ലാതെ ആവുന്നില്ല, അല്ലെ? ഇപ്പൊ ഒരു മോശം കാര്യമാണെങ്കിൽ അത് മോശം കാര്യം തന്നെയാണ്, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് മോശം അല്ലാതെ ആവുന്നില്ല. അപ്പൊ അത് എന്തൊക്കെയാണ് അതിന്റെ നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ റാഷണൽ തിങ്കിങ് വഴി പറ്റും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വഴി പറ്റും എന്നാണ് പറയുന്നത്. ഫോക്കസ്, നെക്സ്റ്റ് വൺ ഇസ് ഫോക്കസ് ആണ്. ലേൺ ടു സെലക്ട് റെലവെന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്രിട്ടിക്കൽ തിങ്കിങ് വഴി നമുക്ക് ശരിയേതാണ് തെറ്റേതാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. Come to believe or do things on the basis for the reason rather than the emotion or prejudice. Become reasonable and open-minded. അപ്പൊ നമ്മളോട് ഒരാൾ വന്ന് പറയാണ്, ആ ആളെ കാണാൻ കൊള്ളില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, എക്സ് വന്ന് പറയാണ് വൈ എനിക്ക് ഇഷ്ടമല്ല, വളരെ മോശമായിട്ടുള്ള ആളാണെന്ന് പറയാന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സിന്റെ ഫ്രണ്ടാണ്. അപ്പൊ എക്സിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എക്സിന്റെ ഉള്ള താല്പര്യം, എക്സ് നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ആ വ്യക്തിയോടുള്ള നമുക്ക് താല്പര്യമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും അതേപോലെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് വന്നിട്ട് വേണം ആ കാര്യത്തെ ഡീൽ ചെയ്യാൻ. മനസ്സിലായല്ലോ? അതിന് നമ്മളുടെ ചിന്തയോ വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും തന്നെ പാടില്ല. നമുക്കൊരാളോട് വളരെ ഇഷ്ടമാണെന്ന് വെച്ച് ആ ആള് ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കരുത് എന്നാണ് ചുരുക്കം. ഓക്കെ, അപ്പൊ നമ്മളത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് കാണിക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ് വഴി അതാണ് നമുക്ക് കിട്ടുക. അതുപോലെ പ്രജുഡീസ്, മുൻധാരണകൾ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ കമന്റ് അടിക്കാൻ തുടങ്ങും. ആ ആളെ കുറിച്ച് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ മാറി നമ്മൾ ശരിക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് വഴി നമുക്കിതൊക്കെ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. Critical thinking as a process can be developed by adopting certain practices and measures. First and the foremost, one should develop a questioning attitude. This questioning attitude may be either self-directed or directed towards others. When we are self-critical, each belief is tested on the basis of evidence and makes a judgment. What we believe follows rationally from the evidence we have. In this manner, the one forms of belief which is already defined with the help of reason. ഒരു എക്സാമ്പിൾ പറയാം.
അതായത് ഇപ്പം ആനകളെ നമ്മളെ നാട്ടിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിനെ നമ്മൾ കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഇഷ്ടത്തിന് നിർത്തുന്നു അല്ലേ? അപ്പൊ അതൊരു തെറ്റാണോ ശരിയാണോ? നമ്മൾ ആനയുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഉത്സവം നടത്തുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്തയിൽ നോക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് തോന്നില്ല. അതേസമയം നമ്മൾ ആ ആനയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റായിട്ട് തോന്നും അല്ലേ? അപ്പൊ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്തൊരു കാര്യത്തിനോടും ക്വസ്റ്റ്യൻ ചോദിക്കണം നമ്മൾ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ വിചാരിക്കുന്നു, ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം എന്താണ്, ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്തുകൊണ്ടത് തെറ്റാവുന്നു, എന്തുകൊണ്ടത് ശരിയല്ലാതാവുന്നു, ശരിയാണല്ലോ എന്ന് നിങ്ങൾക്കും ചോദിക്കാം. അങ്ങനെ എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെയും ക്വസ്റ്റ്യൻ ചെയ്യുക. എല്ലാത്തിനോടും ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തുക എന്നാണ് പറയുന്നത്. അതുവഴി മാത്രമേ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു പൗഡർ വാങ്ങാന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് ഞാൻ ഈ പൗഡർ വാങ്ങണം, ഈ പൗഡറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് പാട് വരുമോ, ഇല്ലെങ്കിൽ ഇതിന്റെ വില എന്താണ് ഇത്ര അധികം, ഇങ്ങനെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം മൈൻഡിൽ. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടുമ്പോഴാണ് അതൊരു ഇന്റലക്ച്വൽ തിങ്കിങ് ആയിട്ട് മാറുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഓരോ കാര്യത്തിനും തെളിവുണ്ടോ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എന്നെങ്കിൽ നമ്മൾ കൂട്ടുകാരോട് പറയുമ്പോഴും അതിന് തെളിവുണ്ടോ, തെളിവില്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ എന്തൊരു കാര്യത്തിനും അത് ഒരാൾ നമ്മളോടൊരു അന്ധവിശ്വാസം പറയുകയാണെങ്കിലും ഒരു ഫാൾസ് ബിലീഫ് പറയുകയാണെങ്കിലും നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതിനു മുമ്പ് ഇത് സത്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തുകൊണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു, ഇതെന്തുകൊണ്ട് തെറ്റായിക്കൂടാ, തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം ആസ് പാർട്ട് ഓഫ് critical thinking. So some guidelines are set which must be followed if one has to examine a problem. അപ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് സ്റ്റേറ്റ് ഇറ്റ്, ഇലാബറേറ്റ്, എക്സാംപ്ലിഫൈ, ഇല്ലസ്ട്രേറ്റ്. ആദ്യം നമ്മൾ ആ കാര്യം പറയുക, അതിനെ വിശദീകരിക്കുക, അതിന് എക്സാമ്പിൾസ് കൊടുക്കുക, അതിനെ റീക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പറയേണ്ടത് ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ബാരിയേഴ്സ്, അപ്പൊ നമ്മൾ ബെനിഫിറ്റ്സ് ആണ് ഇത്രയും നേരം പറഞ്ഞു. ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞു, ബെനിഫിറ്റ്സ് പറഞ്ഞു, എന്താണ് അതിൻ്റെ കൊണ്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞു അല്ലേ. നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുമ്പോൾ അത് നമ്മളിൽ ഉള്ളിലുള്ള വൈസ് മാനെ പുറത്തു കൊണ്ടുവരും, അതുപോലെ തന്നെ ഫോക്കസ് കൂടും, അതുപോലെ നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, മാത്രമല്ല സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാൻ പറ്റും, മാത്രമല്ല നമുക്ക് എന്തിനേയും ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡോടെ സമീപിക്കാൻ പറ്റും. അടുത്തത് ഇനി ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. Though the critical thinking is a good enriching process for any person, sometimes some serious barriers arise which becomes a problem of critical thinking. Some of these barriers when identified are sociological and as well as psychological in nature. Though many such barriers can be traced out, for the time being, a few may be discussed in detail. The barriers of critical thinking are as follows. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ എളുപ്പമാണ്, അപ്പൊ അത് നടപ്പിലാക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഓരോന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് ഓരോന്നിനെയും വിശദീകരിച്ച് പഠിക്കാൻ നിൽക്കുമ്പോൾ അതൊരു അത് സക്സസ് ആവണമെങ്കിൽ അതിന് കുറെ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളാണ് പറയാൻ പോകുന്നത്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. ഓക്കെ, സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. എ ക്രിട്ടിക്കൽ തിങ്കർ ഇസ് എ person who works his or her own way, though the world in a reflective way. But for this, one needs to have a clear idea about the world around him or her. One usually forms a view about the world around him or her own from his own surroundings, which are turn is influenced by the views of their parents. This view may not be always unbiased. There are may be many influences upon the lives of people at different stages of their life. But the strongest of influences turns out that the electronic and print media. We believe we live in a world that the newspapers and news channels makes us believe we live in. This hidden and indirect control of various medias upon our lives and thought process hinders a free and reflective
thought process. This sort of control can be considered to be the greatest barrier of critical thinking. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, എന്നാലും ഞാൻ അത് മൊത്തം വായിച്ചെന്നേ ഉള്ളൂ. സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നമ്മുടെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് സമൂഹമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ജീൻസും ടോപ്പും ഇട്ട് പോയി കഴിഞ്ഞാൽ ആളുകളുടെ നോട്ടം വേറെ തന്നെയാണ്. അവര് പറയും അയ്യ എന്ത് മോശമാണ്. നമ്മൾ അതിനനുസരിച്ച് മാറും. ഇപ്പൊ സാരി ഉടുത്തു കഴിഞ്ഞാൽ ആഹാ സുന്ദരിയാണ്, വളരെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് നമ്മൾ എന്ത് ചെയ്യും, ബ്രെയിൻ വാഷ് ചെയ്യും. അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബ്രെയിൻ വാഷിങ്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ അഭിപ്രായങ്ങൾ. എന്തുകൊണ്ട് ഞാൻ ഇത് ഇട്ടൂടാന്ന് നമ്മളെപ്പോഴും ചോദിക്കുകയില്ല, ചിന്തിക്കുകയില്ല. പകരം എന്താണ്, നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറും. അതുപോലെ നമ്മൾ പല ന്യൂസസും ടി വിയിൽ കാണാറുണ്ട് അല്ലെ. എല്ലാത്തിനെ കുറിച്ച് ന്യൂസ് വരാറുണ്ട്. അപ്പൊ ആ ന്യൂസ് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ഓരോ മീഡിയാസിലൂടെയാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഉണ്ട്, മാതൃഭൂമി ഉണ്ട്, മനോരമയുണ്ട്, അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ഇഷ്ടംപോലെ ഹിന്ദു ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, തുടങ്ങി ഒരുപാട് പത്രങ്ങളുണ്ട്. മാതൃഭൂമി, മനോരമ തുടങ്ങി ഇഷ്ടംപോലെ പത്രങ്ങളുണ്ട്. അപ്പൊ ഓരോ പത്രങ്ങൾക്കും പ്രിന്റ് മീഡിയാസിനൊക്കെ ഒരു ഐഡിയോളജി ഉണ്ട് അല്ലെ. അവർക്കൊക്കെ പൈസ കൊടുക്കുന്ന ഇല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടാവും. ഓരോ ചാനലിലും ഓരോ ഉടമകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ശരിയായിട്ടൊരു ന്യൂസ് നമ്മുടെ കയ്യിൽ കിട്ടാറില്ല അല്ലെ. എപ്പോഴും വളച്ചൊടിച്ചിട്ടാണ് ന്യൂസുകൾ നമുക്ക് കിട്ടാറുള്ളത്. ചിലപ്പോൾ സത്യം മറ്റൊന്ന് തന്നെ ആയിരിക്കും. ഫുള്ള് കെട്ടിച്ചമച്ചിട്ട് പുതിയൊരു കഥയായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മളത് വിശ്വസിക്കുകയും നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു എന്താണ്, നമ്മൾ ഇൻഫ്ലുവൻസിങ് ആണ്. സോ അപ്പം നമുക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ കഷ്ടപ്പാടാണ് അല്ലെ. നമ്മളിങ്ങനെ ന്യൂസ് കാണുന്നു, ഏതാണ് സത്യം എന്ന് നമുക്കറിയില്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഇല്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പൊ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ചയാണെന്ന് വിചാരിച്ചോ, ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന ആ പത്രത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരിക്കലും വാർത്ത വരില്ല. എത്ര നോൺ ബയസ് ആണ്, അവരൊരു പക്ഷപാതം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരേതെങ്കിലും ഒരു പക്ഷം ചേരുന്നുണ്ടാവും. ദാറ്റ് ഷുവർ. അതൊരു സത്യമാണ്. ഓക്കെ. അപ്പൊ ഇതൊരു തടസ്സമാണ്, നമുക്ക് ശരിയായ ഇൻഫർമേഷൻ കിട്ടാത്തത് ഒരു തടസ്സമാണ്. മാത്രമല്ല അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് വ്യൂ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് അതിനെക്കുറിച്ച് എനിക്ക് നല്ല അറിവാണ്. ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എങ്ങനെയാണെന്ന് എനിക്കറിയാം അല്ലെ. കേരളത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവും. അതേസമയം വേൾഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലുതല്ലേ. വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പാകിസ്ഥാനിൽ എന്താണ് ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചൈനയിൽ എന്താണ് ചിന്തിക്കുന്നത്, യൂറോപ്പിൽ എന്താണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ വേൾഡ് വ്യൂ വളരെ ചെറുതാണ് അല്ലെ. നമ്മുടെ ചുറ്റുപാടിലെ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മൾ അത് വെച്ച് ലോകത്തിന്റെ അഭിപ്രായത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരങ്ങളൊക്കെ വളരെ ചെറുതാണ് അല്ലേ. സോ അത് ക്ലിയർ ആയിരിക്കില്ല. അപ്പൊ അതും ഒരു ബാരിയർ ആണ്. നമ്മുടെ എബിലിറ്റി, നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ. ഇതാണ് ഒന്നാമത്തത്. ഒന്നെന്താണ്, സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. ഓക്കെ, സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. സെക്കൻഡ് വൺ, ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്. ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനോടുള്ളൊരു പ്രേരണ എന്നോ അതിനോടുള്ളൊരു താല്പര്യം എന്നോ വേണമെങ്കിൽ പറയാം. ടെൻഡൻസി ടു തിങ്ക് ബൈനറീസ്. ബൈനറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് എന്നുള്ള അർത്ഥമാണ്. രണ്ടിലും ചിന്തിക്കാനുള്ള ഒരു താല്പര്യം എന്നോ ഒരു ചിന്തയെന്നോ വേണമെങ്കിൽ പറയാം. Every human being, whether male or female, always has the tendency to think in binaries like good or bad, just or unjust, we or they, liberal or conservative, black or white, absolute or relative, objective or subjective. The thought process of thinking binaries is common to the common man, but the world and worldly phenomena that face are not to be judged in terms of binaries. The tendency to think in terms of binaries often leads to bad philosophy and often results in the breakdown of personal relations. And a critical thinker, the tendency to think binaries may create the problem of in their judicious evaluation of circumstances. ഇത് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരാളെ കാണുന്നു, നമ്മൾ ഫസ്റ്റ് പറയാ ഓ അയാൾ കറുത്തിട്ടാണ് ഇല്ലെങ്കിൽ അയാൾ വെളുത്തിട്ടാണെന്ന് പറയും. പിന്നെ പറയാം അയാൾക്ക് വലിയ മുടിയുണ്ട്, ഇല്ലെങ്കിൽ അയാളുടെ ചുരുള മുടിയാണ്, അയാളുടെ ഷർട്ട് വൈറ്റ് ആണ്, അയാൾ നല്ല മനുഷ്യനാവാം, ആവാതിരിക്കാം, എന്താണ് അയാള്
ദരിദ്രനായിരിക്കാം, പുവറായിരിക്കാം, റിച്ച് ആയിരിക്കാം തുടങ്ങി നമ്മളിങ്ങനെ ഓരോ തിങ്കിങ് നമ്മുടെ മനസ്സിൽ വരും അല്ലേ. ആരെ കാണുമ്പോഴും വരും. ഇപ്പൊ ഒരാൾ നല്ല വസ്ത്രം ധരിച്ചു, ഓ നല്ല ഡ്രസ്സ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ വേറൊരാൾ മോശം ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ മോശം ഡ്രസ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളെ മൈൻഡിലുണ്ട്, നല്ല ഡ്രസ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പൊ ഒരു നല്ല ഹെയർ ഓയിൽ നല്ലതാണ്, അത് ഏതാണ് ചീത്ത ഹെയർ ഓയിൽ എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊരു തടസ്സമാണ്. നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ കാണണം എന്നാണ്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്കതൊരു തടസ്സമായിട്ട് മാറുന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് എന്താണ്? ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്, രണ്ടിലായിട്ട് ചിന്തിക്കുക. ഓക്കെ, രണ്ട് തോണിയിൽ കാലിടുക എന്ന് പറയുന്നില്ലേ, അതുപോലെയുള്ള ഒരു തിങ്കിങ് ആണ് ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്. തേർഡ് വൺ, ഫിയേഴ്സ് റിഗാർഡിങ് ദ ഫ്രീ തിങ്കിങ്. നമ്മൾ ചിന്തിക്കുകയാണ്, അപ്പൊ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ, അതിനെക്കുറിച്ച് നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ. ഇപ്പൊ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഓക്കെ നാളെ തൊട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാനൊരു പേടി ഉണ്ടാവും മനസ്സിന്റെ ഉള്ളിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, yet another important barrier to critical thinking is the fear regarding free thinking. It often happens to one often follows the path of others in expressing their ideas. In spite of realizing they are wrong, one often follows the path of others mainly because one is scared to be first to make a new opinion. അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അതിൽ ഒരാള് അഭിപ്രായം പറയാൻ വേണ്ടി തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റൊരാൾക്ക് അതിനോടൊരു എതിരഭിപ്രായം ഉണ്ട്, പക്ഷെ അയാൾക്ക് പറയാൻ പേടിയാണ്. കാരണം എന്താണ്? ഹി സ്കേർഡ് ടു തിങ്ക് ഫ്രീലി. ആ ഗ്രൂപ്പിന്റെ അഭിപ്രായത്തോടൊപ്പം ഞാൻ നിന്നില്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു തിങ്കിങ് അവരുടെ ഉള്ളിലുണ്ടാവാം. അതുകൊണ്ട് അതിനാണ് ഈ ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് എന്തും ഒരു നമ്മുടേതായ അഭിപ്രായം പറയാനുള്ള പേടിയാണ് ഈ പറയുന്ന ഫിയർ റിഗാർഡിങ് ഫ്രീ തിങ്കിങ്. ഓക്കെ, അടുത്തത് ഈഗോസെൻട്രിസം. Fourth one, egocentrism. Egocentrism is another barrier which produces a serious threat to critical thinking. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെട്ടാണ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള പ്രോസസ്സിന് ഉണ്ടാക്കുന്നത്. All of us think that we are center of the universe. Some are megalomaniacs and some are not. Yet everything is viewed from our own perspective. But for a critical thinker, one has to overcome such attitude and able to appreciate other ways of looking at things. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ എന്നുള്ള ബോധമാണല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ്, ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ക്ലാസ് എടുക്കുന്നത് ശരിയാവുന്നില്ലേ, ഇല്ലെങ്കിൽ എൻ്റെ ക്ലാസ് നല്ലതാണോ, ഇല്ലെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ്സ് കൊള്ളാമോ, എന്നെ കാണാൻ ഭംഗിയുണ്ടോ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലേ, ഞാനിത് ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെ എല്ലാത്തിലും ഞാൻ എന്നുള്ള കൺസെപ്റ്റാണ് അല്ലേ. അപ്പൊ ലോകം തന്നെ നമ്മളെ ഉറ്റുനോക്കുകയാണെന്നാണ് നമ്മുടെ വിചാരം. അത് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് വലിയൊരു തടസ്സമാണ്. കാരണം എന്താണ്? അപ്പൊ നമുക്കെല്ലാവരും നമ്മുടെ കാഴ്ച കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ഈ സമൂഹത്തിലുള്ള ഒരാളല്ല, നമ്മൾ പുറത്തത്തെ ഒരാളാണെന്ന് വിചാരിച്ച് ആ സമൂഹത്തെ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം മാത്രമേ ഈ ഈഗോസെൻട്രിസം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ലാസ്റ്റ് വൺ, personal interest and personal experience, which means that in every person's life there are certain commitments that determine the path we takes in our life. The past experience of an individual determines the elegance, emotional and social commitment. So one often finds it's difficult to come up with reasonable views and opinions in situations where there is tremendous pressure exercised by our past experience and commitments. അതായത് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ താല്പര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്ന് വിചാരിക്കുക, അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല, റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരു മടി കാണിക്കും. കാരണം എന്താണ്? എനിക്ക് അവരോട് എതിർത്ത് പറയാനും ഞാൻ മടി കാണിക്കും. കാരണം എന്താണ്? എനിക്ക് അവരോടൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, പ്രത്യേക ഒരു കണക്ഷനും ഉണ്ട്. അപ്പൊ അത് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തോന്നില്ല. വൈ? ഇതൊരു ബാരിയറാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ബാരിയറാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ മാറ്റിവെക്കും. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ വളരെയധികം അഭിപ്രായം പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ
എല്ലാവരും പറയുന്നു ദെയർ ഓൺ റിലീജിയൻ ഈസ് ബെസ്റ്റ്, എൻ്റെ റിലീജിയൻ എനിക്ക് ബെസ്റ്റ് ആണ്, നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് പറയുന്നു. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വേറൊരാളോട് നമുക്ക് അതിൽ ഇങ്ങനെ നെഗറ്റീവ്സ് ഉണ്ട് നമ്മൾ ഒരിക്കലും പറയില്ല. വൈ? ബിക്കോസ് ഇറ്റ്സ് അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഓൾസോ ബെനിഫിറ്റ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചു വെച്ചോളാം ഇപ്പൊ തന്നെ. ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വരുന്നത് സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. സെക്കൻഡ് വൺ, ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്. തേർഡ് വൺ, ഫിയേഴ്സ് റിഗാർഡിംഗ് ദ ഫ്രീ തിങ്കിങ്, ഈഗോസെൻട്രിസം ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണേ, ഫോട്ടോ അയച്ചു തരാം.